പെട്ട അർജുന് വേണ്ടി എന്നുള്ള ഒരു അർജുന്റെ അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഏതാനും അദ്ദേഹത്തിന്റെ ഗ്രാമമായ കണ്ണാടിക്കൽ. വീട്ടിൽ നിന്നും ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, ഈ കണ്ണാടിക്കൽ ടൗണിൽ നിന്നും വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട്? വീട്ടിലേക്ക് എത്താനുള്ള വിലാപയാത്ര എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? വീട്ടിൽ അന്ത്യോപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ എത്രത്തോളമുണ്ട്? പോലീസ് ഇപ്പോൾ ആളുകളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്കും അടുത്ത ബന്ധുക്കൾക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കുമാണ് ഈ വീടിന്റെ ഈ ഭാഗത്തേക്ക് പ്രവേശനമുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ വീട്ടിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇവിടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. അർജുനെ കണ്ണീരോടെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. കണ്ണീരോടെ വരവേൽക്കുകയാണ് ഈ കുടുംബവും നാടും ഒന്നടങ്കം. കാരണം റിയാസ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നാടിന് ഏറെ പ്രിയങ്കരനായിരുന്നു, അതുപോലെ തന്നെ കുടുംബത്തിനും ഏറെ പ്രിയങ്കരനായിരുന്നു. റിയാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു അർജുൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ കണ്ണീരണിഞ്ഞുകൊണ്ട് ഈ കണ്ണാടിക്കൽ ഗ്രാമം, ഈ കുടുംബം ഈ അർജുനെ വരവേൽക്കുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഒരുക്കങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഈ വീട്ടിലെത്തിച്ചുകൊണ്ട് പൊതുദർശനത്തിനുള്ള സൗകര്യമൊരുക്കും. അതിനുശേഷം ഉച്ചയോടുകൂടി തന്നെ ഈ മൃതസംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും എന്നാണ് ഇപ്പോൾ അറിയുന്ന വിവരം. ആളുകൾ വളരെയധികം ഈ വീട്ടിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ഗതാഗത കുരുക്കും രൂക്ഷമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ വാഹനങ്ങൾ, അതായത് കടന്നു പോകേണ്ട വാഹനങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ കടത്തിവിടുന്നത്. മറ്റു വാഹനങ്ങളെല്ലാം തന്നെ തടഞ്ഞിട്ടുണ്ട്. കാൽനട യാത്രയായി ആളുകൾ ഇപ്പോഴും വീട്ടിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ എം കെ രാഘവൻ MP, അതുപോലെ തന്നെ PK ഫിറോസ്, P മോഹൻ, T സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കുടുംബത്തിന് ഒരു ആശ്വാസമാണ് ഇപ്പോൾ അർജുന്റെ മൃതദേഹം ലഭിക്കുമ്പോൾ. കാരണം ആദ്യ 2 ഘട്ടങ്ങൾ കഴിഞ്ഞ സമയത്ത് അവർ പ്രധാനമായും പറഞ്ഞത് അർജുൻ ജീവനോടെ വരുമെന്നൊരു പ്രതീക്ഷയില്ല, പക്ഷേ അർജുന്റെ ഞങ്ങളെ ബോധ്യപ്പെടുത്താനെങ്കിലും, അതായത് ഞങ്ങളുടെ മനസ്സിനെ ബോധ്യപ്പെടുത്താനെങ്കിലും അർജുന്റെ ഒരു ഇത്തരത്തിൽ അർജുന്റെ ഒരു ശരീരഭാഗമെങ്കിലും എത്തിക്കണമെന്നുള്ളതാണ്. പക്ഷേ അർജുന്റേതായിട്ടുള്ള എല്ലാം തന്നെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. അർജുനെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകരടക്കം നടത്തുന്നത്. ആളുകളോട് ഇവിടെ നിന്ന് വഴിയൊരുക്കി കൊടുക്കുവാനും നിൽക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ സന്നദ്ധ പ്രവർത്തകരും പോലീസും. കാരണം വലിയൊരു ഗതാഗത കുരുക്കുണ്ടായാൽ അത് ഒരു പക്ഷേ ഈ വീട്ടിലേക്ക് എത്തിക്കുന്നതിൽ വൈകും. മറ്റാളുകൾക്ക് പൊതുദർശനത്തിനുള്ള സൗകര്യം ലഭിക്കില്ല എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് കൃത്യമായും ഇത്തരത്തിൽ ഉള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും വീട്ടിൽ അർജുനെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിക്കുന്നുണ്ട്. ഈ കണ്ണാടിക്കലിൽ നിന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് മൃതസംസ്കാര ചടങ്ങുകൾക്ക് ഐവർ മഠത്തിൽ നിന്ന് ഉള്ള ആളുകളാണ്, തന്ത്രിമാരാണ് ഇത്തരത്തിൽ ഈ സംസ്കാര ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും അർജുനെ നാട് വരവേറ്റു. ഇനി വീടും അയൽക്കാരും ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. കണ്ണീരോടുകൂടെ ഈറനണിഞ്ഞ കണ്ണുകളോടെ സങ്കടപ്പെടുന്ന മനസ്സോടുകൂടിയാണ് ഓരോ മനസ്സും ഓരോ ശരീരവും ഇവിടെ നിലകൊള്ളുന്നത്. അത്തരത്തിൽ വൈകാരികമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 72 ദിവസത്തിൽ വേദനകളും വ്യാകുലതകളും ഇന്ന് ഒരു പരിസമാപ്തിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇനി ഓർമ്മകൾ മാത്രമായി അർജുൻ മാറുന്നു എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ മലയാളികൾക്ക് മറക്കാനാവാത്ത ഒരു വ്യക്തിയായി അർജുൻ മാറിയിട്ടുണ്ട് എന്നുള്ളത് സംശയം തന്നെ പറയാൻ സാധിക്കും.